പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആദ്യമേ തന്നെ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജി, ഇതെൻ്റെ മോള് ആൻപ്രിയ. ഞങ്ങൾ കോതമംഗലം രൂപത പുറപ്പുഴ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവാങ്ങുമാണ്. ഞാൻ 27/3/2023 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് പരിശുദ്ധമായ അൾത്താരയിൽ. എൻ്റെ ആദ്യ 2 നിയോഗങ്ങൾ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അവൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അവൾ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻപ്രിയ. ഞാൻ BSc നഴ്സിംഗ് 4th ഇയർ പഠിക്കുന്നു. ഈ കഴിഞ്ഞ ജനുവരിയിൽ എൻ്റെ 3rd ഇയറിൻ്റെ നഴ്സിംഗ് എക്സാം ആയിരുന്നു. അത് ആക്ച്വലി ആദ്യം മാർച്ചിലായിരുന്നു പറഞ്ഞിരുന്നത്. അത് പെട്ടെന്നാണ് ജനുവരിയിലോട്ട് മാറ്റിയത്. അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ഞങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നും എക്സാമിന് വന്നത് ക്വസ്റ്റ്യൻസ് ആവട്ടെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ജനുവരിയിൽ എനിക്കിങ്ങനെ എക്സാം പെട്ടെന്ന് വെച്ചു. അപ്പം എന്നോട് അമ്മ പറഞ്ഞു, നീ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ടെൻഷനൊന്നും പഠിക്കണ്ട, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പഠിക്കാൻ പറഞ്ഞു, എനിക്ക് പറ്റുന്നത് പഠിക്കാൻ പറഞ്ഞു. ഞാനതുപോലെ എന്ന് രാവിലെ എണീറ്റ് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. പിന്നെ വിശ്വാസ പ്രമാണം പറ്റുമ്പോഴൊക്കെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എങ്കിലും ഭയങ്കര ടെൻഷനായിരുന്നു. ഒരു 100% ഉണ്ടെങ്കിൽ അതൊരു 10-15% മാത്രമേ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എക്സാം വന്നു. എക്സാമിൻ്റെ അന്ന് ഉപ്പും വെഞ്ചരിച്ച ഉപ്പും കാശുരൂപം വെഞ്ചരിച്ച കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതായിട്ട് ഞാൻ എക്സാമിന് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ മെഡ് സർജും അതിനുശേഷം എന്നാൽ പീഡിയാട്രിയും ഒന്നും അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്ക് ആദ്യത്തെ 5 മിനിറ്റ് എനിക്ക് എന്നെ ചെയ്യേണ്ടേ എനിക്കറിയത്തില്ല. അത് ഞാൻ എത്ര നീളം മാതാവ് ചൊല്ലി പ്രാർത്ഥിച്ചു, കാശുരൂപം കൈപിടിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് കരച്ചിൽ വന്നു. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ എന്നെ എഴുതിക്കണമെന്ന് ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പാടായിരുന്നു. ഞങ്ങൾ 49 പേരുണ്ട്. 49 പേർക്കും പാടായിരുന്നു. ഞങ്ങളെല്ലാവരും പറഞ്ഞു, ഞങ്ങളെല്ലാവരും കരച്ചിലായിരുന്നു. ഞങ്ങളെല്ലാവരും തോറ്റുപോകുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടിയിൽ ഇങ്ങനെ സാക്ഷ്യം വെച്ച് പ്രാർത്ഥിക്കാം, അപ്പം നീയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ രാവിലെ എണീറ്റും എന്നും പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലും, പറ്റുമ്പോഴൊക്കെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലും. അതിനുശേഷം വിശ്വാസ പ്രമാണം, പിന്നെ നടക്കുമ്പോഴും നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യം ചെയ്യുമ്പോഴും ഞാനത് എന്ത് ചെയ്താലും അത് ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ച്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സമർപ്പിച്ച്, എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർക്കും നമുക്കിങ്ങനെ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ഓരോ കുഞ്ഞു കാര്യങ്ങൾ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങൾ 100% വിജയം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനുവേണ്ടിയും ഞങ്ങൾക്കറിയാമായിരുന്നു എക്സാം പാടാണ്, ഞങ്ങൾ എഴുതുകൊണ്ട് ഞങ്ങൾ ജയിക്കത്തില്ല എന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ മാധവനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ ജയിപ്പിച്ച് തരണമെന്ന്. റിസൾട്ട് വന്നു. ഞങ്ങൾ 4th ഇയറിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് 3:30 റിസൾട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അന്നേരം ക്ലാസ്സിലിടയ്ക്ക് നോക്കത്തില്ല. അപ്പോൾ 4:30 ക്ലാസ് തീരും, അന്നേരം നോക്കത്തുള്ളൂ. ആ 1 മണിക്കൂർ ഞാൻ ക്ലാസ്സിലിരുന്ന് ഫുൾ വിശ്വാസ പ്രമാണം ആ 1 മണിക്കൂർ നേരം ഞാൻ ചെല്ലുമായിരുന്നു. അതിനുശേഷം റിസൾട്ട് നോക്കിയപ്പോൾ ഞങ്ങളെല്ലാവരും 49 പേരും എക്സാം എഴുതി എല്ലാവരും ജയിച്ചു. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് 100% ഞങ്ങളുടെ ബാച്ചിന് കിട്ടുന്നത്. അത് അമ്മയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ എനിക്ക് എൻ്റെ കയ്യിലൊരു ആണിയാണ് അരും പറയുകയാണ്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് അത് ഡിസംബറിലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേൻ്റെ എനിക്ക് കയ്യിലിങ്ങനെ ഉണ്ട്, വരുമ്പം വെക്കേഷൻ വരുമ്പോൾ ഡോക്ടറിനെ കാണിക്കണം. അപ്പോൾ ഞാൻ അവിടെ പഠിക്കുന്നിടത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞത് ഇത് കരിയിച്ച് കളയണം, അല്ലെങ്കിൽ ആസിഡ് ഒഴിക്കുക, അത് കരിയിച്ച് കളഞ്ഞാൽ റൂട്ട് സഹിതം പോകുള്ളൂ, അല്ലെങ്കിൽ പിന്നെ റിക്കറൻ്റായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾ പോരെ, നമുക്കിവിടെ വന്നിട്ട് വെഞ്ചരിച്ച് ഉപ്പും തൈലവും തേച്ച് അമ്മയ്ക്ക് അത് കെട്ടിവെച്ച് തന്നു. 3 ദിവസം അങ്ങനെ കെട്ടിവെച്ചുള്ളൂ. 3-ാം ദിവസം അങ്ങനെ ഒരു സാധനം എൻ്റെ കയ്യിലില്ല, മൊത്തത്തിൽ വേരോടെ പറഞ്ഞു പോയി. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒരു പാടുമില്ല. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് 20 വർഷം, എനിക്ക് 2-3 വയസ്സ് തൊട്ട് എനിക്ക് UTI ഉണ്ട്. ഉടമ്പടി എടുത്ത് എനിക്ക് 2nd ഇയറിലാണ് ഞാൻ അമ്മ ഉടമ്പടി എടുക്കുന്നത്. അത്രയും നാൾ എനിക്ക് ഒരു വർഷം 3-4 പ്രാവശ്യം എനിക്ക് വരുമായിരുന്നു. UTI എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ബ്ലാഡറിൽ വരെ എത്തി. അപ്പം ബ്ലാഡറിൽ വരെ എത്തുമ്പോഴത്തേക്കും ഭയങ്കര വേദന, ഇങ്ങനെ ഭയങ്കര കോളിക്ക് പെയിൻ എന്ന് പറയും. അപ്പം ഇങ്ങനെ ചുരുണ്ടുകൂടി കിടന്നവരെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ എനിക്ക് ഒരു പ്രാവശ്യം പോലും ഇങ്ങനെ UTI വന്നിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അസുഖം വരുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ. ഭയങ്കര ഇമ്മ്യൂണിറ്റി പവർ കുറവായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇതുവരെ മാതാവ് അനുഗ്രഹിച്ച് എനിക്കൊരു അസുഖം ഒരു കുഴപ്പവും വന്നിട്ടില്ല. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. അവൾക്കിപ്പോൾ 41 വയസ്സുണ്ട്. 14 വയസ്സ് മുതൽ ഒരു 5 ടൈപ്പ് ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഹൃദയത്തിൻ്റെ ഭിത്തിക്ക് 2 ദ്വാരമുണ്ടായിരുന്നു. ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞപ്പോൾ സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല, മരുന്ന് കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. മരുന്ന് കൊണ്ട് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ വരും, ചില സമയത്ത് നീല കളർ വരെയാവും. ഭയങ്കരമായിട്ട് വണ്ണമൊക്കെ വെച്ച് സ്റ്റീറോയിഡൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ
ഇടയ്ക്ക് ബ്ലഡ് വൊമിറ്റ് ചെയ്യും. ഈ കഴിഞ്ഞ മാസം ഒരു 1.5 മാസം മുമ്പ് ബ്ലഡ് വൊമിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ ചെന്നു. അവർ സ്കാൻ ചെയ്യണമെന്നും പറഞ്ഞ് വിട്ടു. അത് എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോയി തൈലം കൊണ്ടുപോയി നെറ്റിയെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഉടമ്പടി വസ്തുക്കളൊക്കെ അവിടെ കൈ കൊടുത്തു വിട്ടു. പോയി സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ മരുന്ന് 4 ഗുളിക നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 27 വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന 5 ഗുളികകളിൽ 4 സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ 1 മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു 1.5 മാസത്തോളമായി ആ മരുന്നെല്ലാം നിർത്തിയിട്ട്. ഇപ്പോൾ ഒരു ശ്വാസം മുട്ടലും ഇല്ല. പുള്ളിക്ക് തയ്ക്കുന്ന പണിയാണ്, തയ്യൽ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു. എൻ്റെ കൂടെ അക്രൈസ്തവയാണ്. ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്തോ സാഹചര്യം കൊണ്ട് വരാൻ പറ്റിയില്ല. ഉടനെ തന്നെ അവളോട് വന്ന് ഉടമ്പടി എടുക്കുന്നതാണ്. പിന്നെ 4ാമത്തെ സാക്ഷ്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോന് വേണ്ടിയിട്ടാണ്. അവന് 3 വർഷമായിട്ട് ജർമ്മൻ പഠിച്ച് പരീക്ഷ എഴുതുന്നുണ്ടായിരുന്നു. ഇവിടെ സ്ലോട്ട് കിട്ടാനില്ലാത്തതുകൊണ്ട് കേരളത്തിന് വെളിയിലൊക്കെ പോയി പരീക്ഷ എഴുതി ഒരു പ്രാവശ്യം പോലും ജയിച്ചില്ല. അങ്ങനെ ഭയങ്കര വിഷമത്തിലാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിന് ഫലമായിട്ട് ഈ 2 മാസം മുമ്പ് അവന് കേരളത്തിൽ തന്നെ സെൻറ്റർ കിട്ടി. കൊച്ചിയിൽ തന്നെ എക്സാം എഴുതി പാസ്സായി. അവന് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. ഇവിടെ വന്ന് എല്ലാം ശരിയായി പോകാനുള്ള റെഡിയാകുന്നതിന് ശേഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും. പിന്നെ എനിക്ക് 5ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ആത്മീയമായിട്ടുള്ള വളർച്ചയാണ്. ഞാൻ നേരത്തെ ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ മുടങ്ങാതെ എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. അന്നുണ്ടായിരുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത്. പക്ഷേ എൻ്റെ മനസ്സ് മാറി എനിക്ക് വിശ്വാസം കൂടിയതിന് ശേഷം എന്തൊക്കെ പ്രതിസന്ധി വന്നാലും പള്ളിയിൽ പോകെ മുടക്കാറില്ല. അതുപോലെ തന്നെ കുമ്പസാരം, ക്രിസ്മസ് ഈസ്റ്ററിനെ മാത്രം കുമ്പസാരിച്ചിരുന്ന ഞാൻ ഇപ്പോൾ കൃത്യം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നു. അത് ഒരു മടിയും കൂടാതെ ഒരു നാണക്കേടും കൂടാതെ കുമ്പസാരിക്കാൻ എനിക്ക് പറ്റുന്നു. പിന്നെ ബൈബിൾ വായന, അതും പല പ്രാവശ്യം ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്, നടന്നിട്ടില്ല. പക്ഷേ ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം ഒരധ്യായം ഒരു 3 പ്രാവശ്യമെങ്കിലും വെച്ച് ഞാൻ വായിക്കാറുണ്ട്. അങ്ങനെ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു തീർത്തു. കൃത്യമായിട്ട് അരമണിക്കൂർ കൂടുതൽ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ നിയോഗങ്ങളാണ് ഇപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാറ്. ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോഴും അതിനുശേഷം ആദ്യം പുതുക്കിയപ്പോൾ മാത്രമേ എൻ്റെ നിയോഗങ്ങളുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാനിപ്പോൾ 4 പ്രാവശ്യം പുതുക്കി. 4 പ്രാവശ്യം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് കിട്ടി. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ കാലിന് മുട്ടിന് ഒരു 12 വർഷമായിട്ട് വേദനയുടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായതായിരുന്നു. ലിഗമെൻ്റ് ടയർ വന്നതായിരുന്നു. അതിന് വേറെ പരിഹാരമൊന്നുമില്ല. എക്സസൈസ് ചെയ്യാൻ പറഞ്ഞ് ഡോക്ടർ വിട്ടു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഉടമ്പടി പ്രാർത്ഥന തുടങ്ങി അന്ന് തൊട്ട് ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴാണ് വേദന പോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇച്ചിരി സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ ഭയങ്കര പാടുള്ള ആളായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ലായിട്ട് ഓടി നടക്കാൻ പറ്റുന്നു. പിന്നെ ഉടമ്പടി കാശ് രൂപം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ എവിടെ യാത്ര പോയാലും അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അമ്മയുടെ സാന്നിധ്യം എനിക്ക് എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ പറയാറുണ്ട്, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടി, പിന്നെ സ്വപ്നത്തിൽ വന്നു അമ്മ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കും, കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറയാറില്ല അമ്മയുടെ അടുത്ത്. എൻ്റെ അടുത്ത് വന്നില്ലല്ലോ, എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ 2 വീലറൊക്കെ ഓടിക്കുന്ന ആളാണ്. വണ്ടിയായിട്ട് പോയി ഒരു വലിയ വളവും കയറ്റവും കൂടെ ആയിരുന്നു. അപ്പം ഒരു കാറിങ്ങ് വന്ന് ഞാൻ പെട്ടെന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെട്ടിച്ചു. വലിയൊരു തിട്ടയുടെ അറ്റത്ത് പോയി. അതെങ്ങനെ നിന്നെന്ന് എനിക്കറിയില്ല. ഞാൻ ഉറപ്പിച്ചതാണ്. ഞാനും വണ്ടിയും പോയി. ഇനി പൊടി വാരിയെടുത്താൽ മതി എന്ന് ഓർത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വണ്ടി പുറകിൽ നിന്ന് ആരോ പിടിച്ചു നിർത്തി. അത് മാതാവ്, അതിനെൻ്റെ മനസ്സിൽ തോന്നിയതിന് മാതാവ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നെ കാണിച്ചു തന്നതാണ്. അപ്പോൾ അത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് തന്നിരിക്കുന്നത്. ഇനിയും എൻ്റെ ജീവിതം മരണം വരെ ഉടമ്പടിയിൽ ഇതുപോലെ തന്നെ എല്ലാ മാസവും 3 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് വന്ന് പുതുക്കി മരണം വരെ ഉടമ്പടിയെ തുറണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് തന്ന, എൻ്റെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനിയുണ്ട് ഒത്തിരി സാക്ഷ്യങ്ങൾ, ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട്. പക്ഷേ അതെല്ലാം പറയാനുള്ള സമയം അനുവദിക്കാത്തതുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ഈ മകൾക്ക് 20 വർഷമായിട്ട് UTI ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, ഈ മകൾക്കല്ലേ? എന്തായിരുന്നു ഡോക്ടറെ കണ്ടപ്പോൾ കാര്യം പറഞ്ഞത്? ഡോക്ടറെ കണ്ടപ്പം പറഞ്ഞത് ഇങ്ങനെ ക്രോണിക്കായി പോയി, കുഞ്ഞിലെ തൊട്ടേ ഉള്ളതാണ്, അത് മാറുകയല്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പം ആൻറ്റിബയോട്ടിക് കഴിക്കുക, അല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ലെന്ന് പറഞ്ഞു. ഒരു 3 മാസം 4 മാസം വയസ്സ് മുതൽ തുടങ്ങിയത്. ഇപ്പോൾ ആ മകൾക്ക് എത്ര വയസ്സുണ്ട്? ഇപ്പോൾ അവൾക്ക് 23 വയസ്സുണ്ട്. ഈ 23 വയസ്സുണ്ട്. അപ്പോൾ 20 വർഷമായെന്ന് സാക്ഷ്യപത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ആൻറ്റിബയോട്ടിക് കഴിക്കുക മാത്രമായിരുന്നു ചെയ്യുന്നത്. ഒരാഴ്ച ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പം കുറയും,
അത് കഴിഞ്ഞ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എന്താണ് ചെയ്തത്? കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അവൾക്ക് ഉപ്പ് കഴിക്കാൻ കൊടുക്കുമായിരുന്നു. തൈലം പൂശി വയറ്റിൽ തൈലം പൂരി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഇപ്പോൾ 1 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. സാധാരണ വർഷത്തിൽ ഒരിക്കലെങ്കിലും വരാറുണ്ട്? ഒരിക്കലല്ല, 3-4 പ്രാവശ്യം വരാറുള്ളൂ. അഡ്മിറ്റ് ആവാറുണ്ടോ? ഇടയ്ക്ക് അഡ്മിറ്റ് ആവാറുണ്ട്. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ഈ മകള് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. അതായത് ലിജി എന്ന സഹോദരിയും മകളുമാണ് നമ്മളോട് സാക്ഷ്യം പങ്കുവച്ചത്. ആ മകൾക്ക് എക്സാമിൻ്റെ വിഷയം പറഞ്ഞു. ഒപ്പം തന്നെ 20 വർഷത്തോളമായിട്ട് UTI ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്രോണിക്കായി പോയതുകൊണ്ട് റിക്കറൻ്റായിട്ട് ആ UTI എല്ലാ വർഷവും വന്നു പോയിരുന്നു. കൃപാസനത്തിൽ കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 1 വർഷമായിട്ട് ആ മകൾക്ക് അതിൻ്റെ ഈ ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു, അതായത് ആർക്കെല്ലാം വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വലിയ ദൈവാനുഭവങ്ങളാണ് കിട്ടിയതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞു, അതായത് വർഷത്തിൽ 2 തവണയായിരുന്നു കുമ്പസാരിച്ച് ഒരുങ്ങി കുർബാന സ്വീകരിച്ചിരുന്നത്. ബാക്കി അങ്ങനെ 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നില്ല. കൃപാസനത്തോട് കടന്നു വന്ന മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ജീവിത നവീകരണം വരുത്തി മറ്റുള്ളവർക്ക്. നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവ തിരുസന്നിധിയിൽ ഒരു ആസ്തി വേണം. കാരണം ദൈവ തിരുസന്നിധിയിൽ നമ്മൾ സമ്പത്ത് ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കാരുണ്യ പ്രവർത്തികളും അതുപോലെ തന്നെ പത്രപ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത്. ദൈവ തിരുസന്നിധിയിൽ നമ്മളുടെ ആസ്തി കൂടുന്നതനുസരിച്ച് നമ്മളുടെ പ്രാർത്ഥനയ്ക്കും സ്വർഗത്തിൽ മൂല്യം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സഹോദരി സൂചിപ്പിച്ചത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. അതായത് എൻ്റെ സെയിം ജീവിത സാഹചര്യങ്ങളാണ്. ഈ 52 വയസ്സുണ്ട് ഈ സഹോദരിക്ക്. 52 വയസ്സ് വരെ ഈ സെയിം സാഹചര്യങ്ങൾ തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. പക്ഷേ ഞാൻ ദേവാലയത്തിൽ എല്ലാ ദിവസവും പോയിരുന്നില്ല. കൃപാസനത്തിലൂടെ കടന്നു വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കൂടുതൽ വിശദീകരിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തപ്പോൾ ദൈവവുമായിട്ട് കൂടുതൽ ഐക്യപ്പെട്ട് എല്ലാ ദിവസവും വിശുദ്ധിയോടുകൂടി ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ ഉടമ്പടി നിബന്ധനകളിൽ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മൾ പാപങ്ങൾ പൂർണ്ണമായിട്ട് വെറുത്തുപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ പറ്റും. തീർച്ചയായിട്ടും ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ നമുക്കറിയാം കുർബാന നമുക്ക് മുടക്കാൻ പറ്റില്ല. കാരണം ഈശോ തന്നെയാണ് ദിവ്യകാരുണ്യമായി നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളിൽ ജീവിക്കുന്നത്. അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് നിത്യതയോളമാണ്. കാരണം നിത്യതയിലേക്കുള്ളൊരു പാഥേയമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അത് വലിയൊരു സാക്ഷ്യമാണ്. അപ്പോൾ മരിയൻ ഉടമ്പടിയായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ ലഭിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.